സിനാ അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ, വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ, മുസ്ലിം ചെറുപ്പക്കാരികൾ മൊബൈലിലൂടെ ഇന്നതാ അങ്ങുമിങ്ങും നക്കിയിട്ട് മെസ്സേജും മിസ്കാളും കൊടുത്തിട്ട് ഹറാമായ വ്യഭിചാരം ജീവിതത്തിൽ പതിവാക്കുന്നു. അല്ലാഹ് നിന്റെ ആയുസ് ചുരുക്കി പരീക്ഷിക്കും കേട്ടോ. നിന്റെ ദാരിദ്ര്യം കൊണ്ട് അല്ലാഹ് പരീക്ഷിക്കുന്നതാണ്. അതൊക്കെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയതാണ്. അമാ അലിംതും അന്നസിനാ യൂരിസുൽ ഇഫ്തിഖാർ. എത്ര പണക്കാര മക്കളാണെങ്കിലോ അന്യ പുരുഷന്മാർക്ക് ഫോൺ ചെയ്യുന്നവളാണോ, അന്യ പെൺകുട്ടികൾക്ക് ഫോൺ ചെയ്യുന്നവനാണോ, അവനെ പരമദാരിദ്ര്യം കൊണ്ട് അല്ലാഹ് പരീക്ഷിക്കൂ. അവരെ കുടുംബത്തിൽ അതാ ഒരാൾക്കും അല്ലാഹ് ഒരു സമാധാനവും കൊടുക്കൂല, ഒരു സന്തോഷവും കൊടുക്കൂല. എപ്പോഴും ടെൻഷനാണ്. എന്താണെന്നറിയുന്നില്ല. അതിന്റെ കാരണം മകന്റെ അവിഹിത ബന്ധമാണ്, മകളുടെ അവിഹിത ബന്ധമാണ്. അതുകൊണ്ട് നീയും നിന്റെ കുടുംബവും കഠിനമായ പരീക്ഷണങ്ങളും ക്യാൻസർ കൊണ്ടും മറ്റു ദുരന്തങ്ങളെ കൊണ്ടും അല്ലാഹ് നിന്നെ പരീക്ഷിക്കാൻ ഇതൊക്കെ വലിയ വ്യഭിചാരവും ഹറാമുകളും വലിയ കാരണമാണ് കേട്ടോ. പുത്തനാശയം വലിയ കാരണമാണ് കേട്ടോ. ഇത്തരത്തിലുള്ള രോഗങ്ങൾ അത് സ്വാലിഹീങ്ങൾക്കാകുമ്പോൾ അവർക്കുള്ള ദറജ കൂടാനാണല്ലോ, അവർക്ക് ദോഷം പൊറുക്കാനാണല്ലോ. അതും അല്ലാഹുവിന്റെ ഖുർആൻ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ടല്ലോ. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സബറാത്തി വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഖുർആനിൽ അല്ലാഹ് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ, മുഅ്മിനീങ്ങളായ ആളുകളെ അല്ലാഹ് പരീക്ഷിക്കുന്നതാണ്. മക്കളെ മരിപ്പിച്ച് പരീക്ഷിക്കുന്നതാണ്. സാമ്പത്തിക തകർച്ച കൊണ്ട് പരീക്ഷിക്കുന്നതാണ്. അതുപോലെ കൃഷിനാശം കൊണ്ട് പരീക്ഷിക്കുന്നതാണ്. രോഗം കൊണ്ട് പരീക്ഷിക്കുന്നതാണ്. മുഅ്മിനീങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള പരീക്ഷണമെങ്കിൽ അവർക്ക് ആ ക്ഷമ കൊണ്ട് ദറജ കിട്ടാനാണ്, ആഖിറത്തിൽ പദവി കൊടുക്കാനാണ്, ദോഷം പൊറുക്കാനാണ്. ഇതൊക്കെ റസൂലുള്ളാഹി വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു. മൻ അത്വഅനി ദഖലൽ ജന്ന. അല്ലാഹുവിന്റെ റസൂലിന്റെ വഴിപ്പെട്ട മുസ്ലിമീങ്ങള്, ഓ മുസ്ലിം ജമാഅത്തിലെ പള്ളി കമ്മിറ്റിക്കാര്, ഈ പള്ളി കമ്മിറ്റിയിലെ ഉന്നത നിലവാരം പുലർത്തുന്ന വലിയ സ്ഥാനമുള്ളവനായേക്കാം, നാട്ടിലെ വലിയ പ്രമാണിയായേക്കാം. പക്ഷേ പള്ളി മുനാരങ്ങളിൽ നിന്ന് 5 തവണ ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് നമസ്കാരത്തിലേക്ക് വന്നു, വിജയത്തിലേക്ക് വന്നു. റബ്ബിന്റെ പള്ളി മുനാരങ്ങളിൽ നിന്ന് വാങ്കുലി മുഴങ്ങുമ്പോ കമ്മിറ്റിയിലെ പ്രധാനിയായ നീ പള്ളിയുടെ അടുത്ത് തന്നെ താമസക്കാരനാണ്, പക്ഷേ നീ പുരയിലുണ്ടായിട്ടും ആരോഗ്യം കിട്ടിയിട്ടും നിന്നെ പള്ളിയിലെ ജമാഅത്തിന് കാണുന്നില്ല. നീ റസൂലുള്ളാഹിക്ക് വഴിപ്പെട്ടവനല്ല. കാരണം തങ്ങളാണല്ലോ പറഞ്ഞത്, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ മിനൽ മസ്ജിദ്. പള്ളി പരിസരത്ത് താമസിക്കുന്ന മുസ്ലിം പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ചല്ലാതെ പൂർണ്ണമായ നിസ്കാരമില്ലല്ലോ. ഉമ്മമാര് ബാങ്ക് കൊടുത്താൽ നിങ്ങൾ സിനിമയും സീരിയലും പട്ടുറുമാലും കണ്ടിട്ട്, ഓ കാസർഗോട്ടുകാരായ പെണ്ണുങ്ങള്, നിങ്ങളൊരു ഹിജാബും കിട്ടിയിട്ട് ബോഡി ഷേപ്പ് പർദ്ദ ധരിച്ചിട്ട് ബ്യൂട്ടി പാർലറുകളിൽ പോയിട്ട് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്നു, മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് അന്യ ആണുങ്ങളെ ആകർഷിക്കുന്നുവോ, അല്ലാഹ് നിന്നെ പൊരുത്തപ്പെടൂല്ല. ഇത് റസൂലുള്ളാഹിക്ക് വഴിപ്പെടുന്ന ജീവിതമല്ല. കൃത്യമായിട്ട് നമസ്കാരം ജീവിതത്തിൽ നിലനിർത്തിയിട്ട് അതാ പട്ടുറുമാലും സീരിയലും സിനിമയും ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് കിട്ടുന്ന സമയം മുഴുവനും ദിക്റ് ചൊല്ലിയിട്ട് തസ്ബീഹ് ചൊല്ലിയിട്ട് സ്വലാത്ത് അധികരിപ്പിച്ചിട്ട് ഹൈറായത് ചിന്തിച്ചിട്ടും ഹൈറായത് വായിച്ചിട്ടും ഹൈറായതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അല്ലാഹുവിന്റെ പൊരുത്തത്തിനായിട്ട് ചെറിയ കാല ആയുസ് സമർപ്പിച്ചോ മുസ്ലിമീങ്ങള്, എങ്കിൽ സ്വർഗമുണ്ടല്ലോ. അല്ലെങ്കിൽ വമൻ അസ്വാനി ഫഖദ് അബാ, നീ വേണ്ടാത്തരവുമായിട്ട് കഴിഞ്ഞു കടത്തുന്നു. അങ്ങനെ അവസാന ആയുസ് തീരുന്നു, ഈമാനില്ലാതെ ചത്ത് മണ്ണിലേക്ക് പൂത്തുന്നു. നീ
അവരെയാണ് വിലങ്ങിയ കക്ഷികൾ, അത്തരക്കാരാണ് വിലങ്ങിയ കക്ഷികളെന്ന് റസൂലുള്ള പറഞ്ഞത് ഓർമ്മിച്ചു വെച്ചു. അല്ലാഹുവേ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനേ. വാക്ക് ചുരുക്കുന്നു. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സഖാഫിയുടെ പ്രഭാഷണം, എന്റെ ചെറിയ ദുആയോടുകൂടെ സഖാഫിയുടെ പ്രഭാഷണം ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. നിങ്ങളൊക്കെ ഈ മഹത്തായ മജ്ലിസിനോട് സഹകരിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ഈ മഹാന്മാരുടെ പൊരുത്തം ആഗ്രഹിച്ചു വന്ന ഒരൊറ്റ കുട്ടിയും